നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബ്രിട്ടൻ്റെ 5ാം തലമുറ F-35 യുദ്ധവിമാനത്തിന് തിരുവനന്തപുരത്ത് സംഭവിച്ചതെന്ത്? കഴിഞ്ഞ ജൂൺ 14-ന് ബ്രിട്ടൻ്റെ 5ാം തലമുറ F-35B യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലിറക്കി. അറബിക്കടലിൽ സൈനികാഭ്യാസത്തിനെത്തിയതായിരുന്നു F-35 യുദ്ധവിമാനം. ഇന്ത്യയുമായുള്ള സംയുക്ത സൈനികാഭ്യാസം. ഒരു സൈനികാഭ്യാസത്തിന് 5ാം തലമുറ യുദ്ധവിമാനം പറത്തിയത് വേണ്ടത്ര ഇന്ധനമില്ലാതെയോ? തുടക്കത്തിൽ തന്നെ ചില വിദഗ്ധർ ഇത് സംബന്ധിച്ച ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലിറങ്ങിയ ഈ യുദ്ധവിമാനത്തിന് ഹൈഡ്രോളിക് തകരാറുണ്ട് എന്ന് പിന്നീട് ബ്രിട്ടൻ അധികൃതർ വിശദീകരിച്ചു. ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും തകരാർ കണ്ടെത്തിയെന്നാണ് പിന്നീട് F-35 യുദ്ധവിമാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടത്. ഒരു സൈനികാഭ്യാസത്തിനായി കൊണ്ടുവരുന്ന ഇത്രയധികം ആധുനിക ഫീച്ചറുകളുള്ള ഒരു യുദ്ധവിമാനം ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് മറ്റൊരു രാജ്യത്തിറക്കുക, അതും നാറ്റോ അംഗരാജ്യം പോലുമല്ലാത്ത ഇന്ത്യ പോലൊരു രാജ്യത്ത്. തിരുവനന്തപുരത്തിറങ്ങിയ വിമാനം ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധർ പരിശോധിച്ചു. അവർ ആദ്യം തന്നെ വിശദീകരിച്ചു, വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്ക് തകരാർ പറ്റി. സാധാരണഗതിയിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഹൈഡ്രോളിക് സംവിധാനം ശരിയാക്കി പെട്ടെന്ന് തന്നെ വിമാനം തിരിച്ചെടുത്ത് പറന്നുയരുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ആ പതിവ് തെറ്റി. ആദ്യം ബ്രിട്ടൻ റോയൽ നേവിയിലെ സാങ്കേതിക വിദഗ്ധർ വിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് ബ്രിട്ടനിൽ നിന്നും വിദഗ്ധ ആളുകളെ കൊണ്ടുവന്ന് വിമാനത്തിൻ്റെ തകരാർ പരിശോധിപ്പിച്ചു. ഒടുവിൽ രക്ഷയില്ലാതെ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ തന്നെ കൊണ്ടുവന്നു. എന്നിട്ടും ഈ വിമാനത്തിൻ്റെ തകരാർ എന്തുകൊണ്ട് പരിഹരിക്കാൻ ബ്രിട്ടന് കഴിയുന്നില്ല? ഒടുവിൽ വിമാനം ഹംഗറിലേക്ക് മാറ്റേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും പ്രഹരശേഷിയുമുള്ള 5ാം തലമുറ യുദ്ധവിമാനം. സ്റ്റെൽത്ത് സവിശേഷതകളുണ്ട് ഈ യുദ്ധവിമാനത്തിന്. അതായത് ശത്രുക്കളുടെ റഡാറിൽ പെടില്ല. എന്നാൽ ഇന്ത്യൻ വ്യോമസേന മറ്റു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഈ വിമാനത്തെ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം കൃത്യമായി തിരിച്ചറിഞ്ഞുവെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ IACCS ഈ വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൈവരിച്ച വിജയത്തിന് പിന്നിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അമേരിക്കൻ F-16 യുദ്ധവിമാനങ്ങൾ കൃത്യമായി തിരിച്ചറിയാനും ആ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കാനും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനി ബ്രിട്ടനുമായി ചേർന്ന് ഇന്ത്യയിൽ ഒരു പരീക്ഷണം നടത്തിയതാവാം എന്ന് വിദഗ്ധർ പറയുന്നു. വ്യോമസേന തങ്ങളുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡന്റിഫൈഡ് എന്ന് കൃത്യതയോടെയാണ്. അതായത് ബ്രിട്ടന്റെ F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി പരിശോധിക്കാനാണ് F-35 നമ്മുടെ വ്യോമാതിർത്തികൾക്കുള്ളിലേക്ക് വന്നത് എന്ന് വിദഗ്ധർ പറയുന്നു. ഒരുതരം പാസീവ് ചാരപ്പണിയാണ് ബ്രിട്ടൻ നടത്തിയത്. ബ്രിട്ടീഷ് വിമാനം ഒരു നിശ്ചിത പരിധി കഴിഞ്ഞ് നമ്മുടെ വ്യോമ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെ കോർഡിനേറ്ററുകളെ പ്രവർത്തനരഹിതമാക്കി. ചുരുക്കത്തിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ജാമാക്കാൻ ഇന്ത്യയുടെ വ്യോമ സുരക്ഷാ സംവിധാനത്തിന് കഴിഞ്ഞുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിമാനത്തിൻ്റെ GPS-ൽ ഇടപെടുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കാം. ഇതോടെ സ്വന്തം യാത്രാപഥം മനസ്സിലാക്കാനോ റിയൽ ടൈം വിവരങ്ങൾ നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് അയക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടാവും. വിമാനത്തിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകരാറിലാക്കി എന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത്. ആകെ സ്ഥലജല വിഭ്രാന്തിയിലായ F-35 പിന്നീട് ആദ്യം കണ്ട വിമാനത്താവളത്തിൽ ഇറങ്ങുക എന്ന ഒരൊറ്റ പോംവഴിയിലേക്ക് മാറി. തുടർന്നാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ ഇന്ത്യയുടെ അനുമതി തേടിയതും സുരക്ഷിതമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കാൻ കഴിഞ്ഞതും. മറ്റു നിവർത്തി ഒന്നുമില്ലാതെയാണ് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ഈ വിമാനം ഇന്ത്യയുടെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് എന്ന് വ്യക്തം. പിന്നീട് നടന്ന പരിശോധനകളിൽ എന്തുകൊണ്ട് ഈ വിമാനത്തിന്റെ തകരാർ കൃത്യമായി മനസ്സിലാക്കാൻ വിദഗ്ധർക്ക് കഴിഞ്ഞില്ല? ലോക്ഹീഡ് മാർട്ടിനിലെ വിദഗ്ധരെ തന്നെ വിളിച്ചു വരുത്തി വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചുവെങ്കിലും അതിലും അവർ പരാജയപ്പെട്ടു. ഒടുവിൽ ബ്രിട്ടന്റെ F-35 വിമാനം വഴിയിലായത് ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. കാലാവസ്ഥാ പ്രശ്നം, ഇന്ധനം കുറഞ്ഞത്, ഹൈഡ്രോളിക് സംവിധാനങ്ങളിലെ തകരാർ തുടങ്ങിയ നിസ്സാര കാര്യങ്ങൾ ലോകമാധ്യമങ്ങൾ ഇപ്പോൾ അവഗണിക്കുകയാണ്.
അതിലുമപ്പുറം ഗുരുതരമായ പിഴവുകൾ ഈ വിമാനത്തിന് സംഭവിച്ചുവെന്ന് അവർ പറയുന്നു. ചുരുക്കത്തിൽ വിമാനത്തിന്റെ യഥാർത്ഥ നിർമ്മാതാക്കൾക്ക് മാത്രം അഴിക്കാൻ കഴിയുന്ന രീതിയിൽ വിമാനത്തെ ഇന്ത്യ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് വ്യക്തം. ഇനി അമേരിക്കയുടെ കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകളാണോ വിമാനം ഇത്രയധികം തകരാറിലാകാൻ കാരണം? ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ ആൾക്കാർ തന്നെ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഇന്ത്യയിൽ വന്നുവെങ്കിൽ അതിനൊരൊറ്റ കാരണം മാത്രമേയുള്ളൂ. വിമാനത്തിൽ ആരോ തകരാർ വരുത്തി എന്ന് സാമാന്യ യുക്തിയിൽ മനസ്സിലാകും. ഈ നിഗമനങ്ങൾക്കൊന്നും ഔദ്യോഗിക വിശദീകരണമില്ല. എങ്കിലും ഈ രംഗത്തെ വിദഗ്ധർ ഇത്തരം ചില യുക്തികൾ തന്നെയാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നതും. മറ്റു ചിലർ പറയുന്നത് ബ്രിട്ടൻ കരുതിക്കൂട്ടി തന്നെ ഇത്തരമൊരു നീക്കം നടത്തിയെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അപമാനിക്കുകയാണത്രേ ബ്രിട്ടന്റെ ലക്ഷ്യം. നാറ്റോ രാജ്യങ്ങൾ 5% തങ്ങളുടെ പ്രതിരോധ ബജറ്റ് ഉയർത്തണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് അമേരിക്കൻ കരുത്തായ F-35 സ്റ്റെൽത്ത് വിമാനം ഇന്ത്യയിൽ തകരാറിൽപ്പെടുന്നത്. രാജ്യങ്ങൾ തമ്മിൽ ഏറ്റവും ശക്തമായ യുദ്ധത്തിന്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. ഒരു വശത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഒരു വെടിനിർത്തലിൽ എത്തി നിൽക്കുന്നുവെങ്കിലും വളരെ സംഘർഷഭരിതമാണ് മേഖലയിലെ അവസ്ഥ. യുക്രൈൻ റഷ്യൻ യുദ്ധം ഇപ്പോഴും തുടരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തലിലെത്തി എങ്കിലും ഇരു രാജ്യങ്ങളും വളരെ സൂക്ഷ്മതയോടെയാണ് കരുക്കൾ നീക്കുന്നത്. ഈ യുദ്ധങ്ങളിലൊക്കെ കണ്ട ചില പ്രത്യേകതകളുണ്ട്. പോർ വിമാനങ്ങളായിരുന്നില്ല ഈ യുദ്ധഗതി പല സ്ഥലങ്ങളിലും നിർണയിച്ചത്. ആളില്ല ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളുമൊക്കെ ഈ യുദ്ധഗതിയെ വല്ലാതെ സ്വാധീനിക്കുന്ന കാഴ്ചയാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ഇന്ത്യയും കാമിക്കാസെ ഡ്രോണുകളെ നന്നായി ഉപയോഗിച്ചു. നാറ്റോ അംഗരാജ്യങ്ങളായ കാനഡ, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങി പല രാജ്യങ്ങളും വിലക്കൂടുതലും പരിപാലന ചെലവും വിമാനത്തിന് മേൽ അമേരിക്കയ്ക്കുള്ള നിയന്ത്രണവും മൂലം F-35 യുദ്ധവിമാനങ്ങൾ നേരത്തെ നൽകിയ ഓർഡറുകൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള തിരക്കിലാണ്. കഴിഞ്ഞ മാർച്ചിൽ പോർച്ചുഗൽ നൽകിയ ഓർഡർ അവർ തന്നെ റദ്ദാക്കിയിരുന്നു. ഫ്രാൻസിന്റെ റഫാൽ യുദ്ധവിമാനം വാങ്ങാനാണ് ഇപ്പോൾ പോർച്ചുഗൽ ആലോചിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധവേളയിൽ ഇസ്രായേലിന്റെ പക്കലുള്ള F-35 യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തി എന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വന്ന് കെടിയിൽപ്പെട്ട F-35 യുദ്ധവിമാനം ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തെ ബാധിച്ചിരിക്കുന്നുവെന്ന് വ്യക്തം. ലോക്ഹീഡ് മാർട്ടിൻ എന്ന പ്രമുഖ പ്രതിരോധ കമ്പനിയും ആകെ വെട്ടിലായി. ലോകത്തിലേക്കും ചെലവേറിയ ആയുധ സംവിധാനമായ F-35 മുതലാകണമെങ്കിൽ കാര്യമായ കയറ്റുമതി ഓർഡറുകൾ ലഭിക്കണം കമ്പനിക്ക്. എന്നാൽ ഇപ്പോഴുണ്ടായ ചീത്തപ്പേര് കാരണം കൂട്ടത്തോടെ ഓർഡറുകൾ റദ്ദാകുന്ന കാഴ്ചയാണ് കമ്പനിക്ക് കാണേണ്ടി വരുന്നത്. നേരത്തെ ഇന്ത്യയുടെ മേൽ F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അമേരിക്ക കനത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ പകരം സുഖോയ് 57 വാങ്ങുമെന്നായിരുന്നു ഇന്ത്യ തീരുമാനമെടുത്തത്. ഇപ്പോഴിതാ സ്വന്തമായി 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള യത്നത്തിലാണ് ഇന്ത്യ. എതിരാളിയെ ഇടിച്ചു വീഴ്ത്തി ബിസിനസ് പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാകാം തിരുവനന്തപുരത്ത് വന്ന് കെണിയിൽപ്പെട്ട F-35 അവസ്ഥ എന്ന് വിശദീകരിക്കുന്നവരുണ്ട്. എന്തായാലും ട്രാഫിക് പോലീസ് പിടിച്ചെടുത്ത് വഴിയിൽ തള്ളിയ ഒരു വാഹനത്തിന്റെ അവസ്ഥയിലായി ഇപ്പോൾ F-35 എന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനം. ലോകത്തിലേക്കും ഏറ്റവും അത്യാധുനികമെന്ന് അമേരിക്ക വീമ്പിളക്കിയ F-35 യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് ഇത്ര വലിയ നാണക്കേടിന്റെ പടുകുഴിയിൽപ്പെടാൻ കാരണം. ഒടുവിലിത വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്കറിലേക്ക് ഈ വിമാനത്തെ വലിച്ചു നീക്കിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഹാങ്കറിലേക്ക് മാറ്റാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും സാങ്കേതിക വിദ്യ ചോരുമോ എന്ന് ഭയന്ന് ബ്രിട്ടൻ അതിനനുവദിച്ചില്ല. അത്യാധുനിക പോർവിമാനത്തിന്റെ അതീവ രഹസ്യ സാങ്കേതിക വിദ്യകൾ ചോർന്നാലോ ഇന്ത്യ ചോർത്തിയെടുത്താലോ എന്ന ഭയമായിരുന്നു തുടക്കം മുതൽ ബ്രിട്ടന്. 3 ആഴ്ച തകരാറുകൾ പരിഹരിക്കാൻ നോക്കി നടക്കുന്നില്ല. ഒടുവിൽ ചിറകുകളഴിച്ച് മറ്റൊരു വിമാനത്തിൽ ഇത് വലിച്ചുകെട്ടി കൊണ്ടുപോകാനുള്ള പരിപാടി പോലും ഇട്ടു ബ്രിട്ടൻ അധികൃതർ. ഇന്ത്യയുമൊത്തുള്ള സംയുക്ത സൈനികാഭ്യാസത്തിനെത്തിയ ഈ പോർവിമാനം HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് മോശം കാലാവസ്ഥ കാരണം പലതവണ ശ്രമിച്ചിട്ടും തിരികെ വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ആദ്യ വിശദീകരണം. ഒടുവിൽ ഇന്ധനം കുറഞ്ഞു. തൊട്ടടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അവർ നിർബന്ധിതരായി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹൈഡ്രോളിക് തകരാർ.
സാധാരണ യുക്തിക്ക് നിരക്കുന്നതൊന്നുമല്ല ഇപ്പോൾ പുറത്തുവരുന്ന ബ്രിട്ടന്റെ വിശദീകരണങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ ഓരോരോ ആഖ്യാനങ്ങൾ, പുതിയ നിഗമനങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ലോകത്തിൽ പരക്കുന്നു. ബ്രിട്ടനിൽ നിന്നെത്തിയ 14 അംഗ വിദഗ്ധ ടീമാണ് ഇപ്പോൾ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യുഎസിലെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ള വിദഗ്ധരും ഇതിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ വിമാനം നിർത്തിയിടുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള ചെലവുകളും പുറത്തുവന്നു. പ്രതിദിനം 10,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് വാടക. യുദ്ധവിമാനത്തിന്റെ വലിപ്പം കണക്കിലെടുത്താണ് ഈ വാടക ഈടാക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്യാൻ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ചിലവ്. കഴിഞ്ഞ 24 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ബ്രിട്ടന്റെ ഏറ്റവും വലിയ യുദ്ധവിമാനം കിടക്കുന്നത് ആകെ കൗതുകമുണർത്തുന്നു. വിദഗ്ധർ പറയുന്നത് പോലെ ഇന്ത്യയുടെ റഡാറിൽപ്പെട്ടതാണോ ബ്രിട്ടന്റെ ഈ അത്യാധുനിക യുദ്ധവിമാനത്തിന് സംഭവിച്ച അബദ്ധം? ഇന്ത്യയെ പാസീവ് ചാരപ്പണിയിലൂടെ പരിശോധിക്കാനിറങ്ങിയ ബ്രിട്ടൻ യുദ്ധവിമാനത്തിന് സംഭവിച്ച അബദ്ധം തന്നെയാണോ ഇപ്പോൾ ഈ തകരാറുകൾ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.